ഹലോ ഗൈസ്, മലയാള മീഡിയയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ABC കാർസ് മട്ടന്നൂർ ഇരിട്ടി റോഡിലെ നരേമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഈ ഷോറൂമിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ മാരുതി 800 മുതൽ ഫോർച്യൂണർ തൊട്ട് എല്ലാ വണ്ടികളും അവൈലബിൾ ആണ്. എല്ലാ ബ്രാൻഡിന്റെയും ഹുണ്ടായി, ടാറ്റ, മാരുതി, ടയോട്ട, കിയ തൊട്ട് എല്ലാ വാഹനങ്ങളും അവൈലബിൾ ആണ് കേട്ടോ. 7 സീറ്റർ ഉണ്ട്, പിന്നെ സെഡാൻ ഉണ്ട്, സാധാരണക്കാർക്ക് പറ്റിയ വണ്ടികളുണ്ട്, VIP വാഹനങ്ങളുണ്ട്. ഒക്കെ ചെറിയ പ്രൈസ്, മാർക്കറ്റ് റേറ്റിനേക്കായി കുറച്ച് പ്രൈസിലാണ് കൊടുക്കുന്നത്. അതും സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റിയ റേറ്റിലാണ് ഓരോ വാഹനത്തിനും ഇവിടെ റേറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഹോണ്ടയുടെ കേസ് പറയുകയാണെങ്കിൽ ഹോണ്ട സിറ്റി ഉണ്ട്, ഹോണ്ട അമേസ് ഉണ്ട്, ഹുണ്ടായിൻ്റെ ഒരുപാട് വാഹനങ്ങളുണ്ട്, പിന്നെ മാരുതിയുടെ വാഹനങ്ങളുണ്ട്. എല്ലാ വാഹനങ്ങളും അവൈലബിൾ ആണ്. പിന്നെ മോഡിഫിക്കേഷൻ ചെയ്ത i20 ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ, ബെൽ ബട്ടണൊക്കെ ഓണാക്കി വെച്ചോ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം വേസ്റ്റ് ചെയ്ത് നേരെ വീഡിയോയിലേക്ക് പോവാം. ABC കാർസിന്റെ മാനേജിംഗ് പാർട്ണർ ആയിട്ടുള്ള മിസ്റ്റർ ഫൈസലിക്കാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഫൈസലിക്ക, മലയാള മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ ഷോറൂമിന്റെ പ്രോപ്പർ ലൊക്കേഷൻ എവിടെയായിരുന്നു? ഞങ്ങള് കണ്ണൂർ ജില്ലയാണ്. മട്ടന്നൂർ നിന്നും ഇരിട്ടി റോഡ്, അതായത് മൈസൂർ ബാംഗ്ലൂർ റോഡില് മട്ടന്നൂർ ഇരിട്ടി മിഡിലായിട്ട് വരും. ഓക്കെ, അപ്പൊ നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ നമുക്ക് ലൊക്കേഷൻ ഒക്കെ കിട്ടാൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ അല്ലേ? ഗൂഗിൾ മാപ്പിൽ തന്നെ ABC കാർസ് കണ്ണൂർ അടിച്ചാൽ നമ്മൾ ലൊക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഷോറൂമിൽ ഇപ്പൊ ഏകദേശം എത്ര വണ്ടികൾ അവൈലബിൾ ആണ്? ഇപ്പം സ്റ്റാറ്റസിൽ ഒരു 10-50 വണ്ടി ഞങ്ങളെ കയ്യിലുണ്ട്. ഞങ്ങൾക്ക് പുറത്തും വണ്ടിയുണ്ട്, ഞങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് അറേഞ്ച് ചെയ്യാനും പറ്റും. നമ്മുടെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന വാഹനങ്ങൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആയ റേറ്റിൽ കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഷോറൂമില് നമ്മുടെ മലയാള മീഡിയ കസ്റ്റമേഴ്സിന് എന്താണ് നമുക്ക് ഓഫർ ആയിട്ട് കൊടുക്കാൻ സാധിക്കുക? നിലവിൽ ഞങ്ങളുടെ ഓഫർ ഒന്നുമില്ല. ഇനി നമ്മൾ ഈ ചാനൽ വഴി ഞങ്ങൾക്ക് വരുന്ന കസ്റ്റമേഴ്സിന് ഞങ്ങൾക്ക് ഒരു 10,000 രൂപ വെച്ചിട്ട് അവർ പറഞ്ഞോട്ടെ, ഇന്ന് ചാനൽ വഴിയാ വരുന്നത് പറഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് കാണിച്ചു മതി. ഒരു 10,000 രൂപ വെച്ച് ഞങ്ങൾക്ക് ഓഫർ ആയിട്ട് കൊടുക്കാം. എല്ലാ വണ്ടിയും എല്ലാത്തിനും നമുക്ക് ഓഫർ ആയിട്ട് കൊടുക്കാൻ സാധിക്കും. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിന്റെ സ്ക്രീൻഷോട്ട് കാണിച്ചു കൊടുത്താൽ മാത്രല്ലേ? അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നല്ലൊരു തിമിംഗലത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാല്ലേ. നല്ല ചെറിയ റേറ്റിൽ കൊടുക്കാൻ പറ്റുന്ന ഫോർച്യൂണർ ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? 2011 മോഡലാണ്. മാനുവൽ 4-wheel ഡ്രൈവ് ആണ്. 4-wheel ഡ്രൈവ് മാനുവൽ. അപ്പൊ 4-wheel ഡ്രൈവ് മാനുവൽ കുറച്ച് ഡിമാൻഡ് ഉള്ള വാഹനമാണ്. പറഞ്ഞോളൂ. രജിസ്ട്രേഷൻ ആണ്. വണ്ടി വന്നിട്ട് വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഗ്യാരണ്ടി ഗ്ലാസ് മാത്രം, വിൻഷീൽഡ് മാത്രം മാറിയിട്ടുണ്ട്. ബാക്കി പുതിയ ടയറാണ്, പുതിയ ഇൻഷുറൻസ് ആണ്. അതുപോലെ ഒരു 10-30,000 രൂപ ആക്സസറീസും കൂടെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആക്സസറീസ് കയറ്റിയൊരു വാഹനം കൂടിയാണ് അല്ലേ? ഓക്കെ, ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും ഒരുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനം കൂടിയാണ്. ഓണർഷിപ്പ് ഒക്കെ എത്ര വരുന്നത്? ഏകദേശം 4 ഓണർ ആയിട്ടുണ്ട്. 4 ഓണർ. കിലോമീറ്റർ 130 കിലോമീറ്റർ ഓടിയില്ലേ? എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? നമുക്ക് 9,50,000 ആസ്കിംഗ്. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. തിമിംഗലത്തിന്റെ കൂടെ ഒരു വമ്പസ് ട്രാവലിംഗ് കൂടെ പരിചയപ്പെടുത്താം. ഹാരിയർ, ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്ന വണ്ടി? 2019 മോഡല്, 20 രജിസ്ട്രേഷൻ, ഡീസലാണ്. അത് XT എന്ന് പറയുന്ന വേരിയന്റിലെ ഒരു ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ് വിത്ത് സൺറൂഫ് വരുന്നത്. സൺറൂഫും വരുന്നുണ്ടല്ലേ? ഇതിപ്പോ അന്ന് ഇറങ്ങുമ്പോ ഏകദേശം എത്ര റേറ്റ് വരുന്നുണ്ട്? 23 ലക്ഷം രൂപയോളം ഓൺ റോഡ് ആവും. വരുന്നുണ്ട്. ഒരു 19,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല. ഓണർഷിപ്പ് സിംഗിൾ ഓണർ, പുതിയ ഇൻഷുറൻസ് അടിച്ചു കൊടുക്കും. ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനമാണ്. എത്രയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വണ്ടിക്ക്? 14,25,000 രൂപ നെഗോഷ്യബിൾ ആണ്. നല്ല റേറ്റ് ആണ്. കാരണം എന്താ വെച്ചാല് 23 ലക്ഷം രൂപ വില വരുന്ന വണ്ടിക്ക് ഈ വണ്ടിക്ക് 0 ഡൗൺ പേയ്മെന്റിൽ ലോഞ്ച് ചെയ്ത് കൊടുക്കാനും പറ്റും. ഒരു റീപ്ലേസ് ഇല്ലാത്ത വണ്ടിക്ക് 0 ഡൗൺ പേയ്മെന്റ് വണ്ടി കൊടുക്കാം, ഫുള്ള് ലോൺ അല്ലേ? അടുത്തായിട്ട് അത് അടിപൊളി ഡീസൽ വണ്ടി, ഏകദേശം 18 കിലോമീറ്റർ മൈലേജ് ഇട്ടുള്ള വണ്ടി അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? 2020 മോഡല്, സെൽറ്റോസ് HTK പ്ലസ് ആണ്. HTK പ്ലസ് ഇപ്പൊ ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ. ഓക്കെ, ഇതില് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരും, സിസ്റ്റം കാര്യങ്ങളൊക്കെ വരും. സൺറൂഫ് ഇല്ല, സൺറൂഫിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഓട്ടോമാറ്റിക് അല്ല മാനുവലാണ്. ഓട്ടോമാറ്റിക് AC അല്ല, മാനുവൽ AC അല്ലേ? ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC. ഓക്കെ, എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പ് ഒക്കെ വരുന്നുണ്ട് അല്ലേ? റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഓണർഷിപ്പോ സിംഗിൾ ഓണർ. കിലോമീറ്ററോ? 70,000 കിലോമീറ്റർ ഓടി. 70,000 കിലോമീറ്റർ ഓടി, സിംഗിൾ ഓണർ വണ്ടി, എല്ലാ ഫീച്ചേഴ്സ് ഉള്ള വണ്ടി കേട്ടോ. ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും ഇതിന്റെ നല്ല ക്വാളിറ്റിയാണ്. കംഫർട്ട് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം. പക്ക സർവീസ് ഒക്കെ പക്കല്ലേ? ഷോറൂം സർവീസ്. അപ്പൊ നമ്മൾ എത്രയാണ് വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ്? 12,90,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. അത് നമുക്ക് മാക്സിമം ലോൺ ചെയ്തൂടെ? മാക്സിമം ലോൺ ചെയ്യാം. ഒരു 90% ലോൺ ചെയ്തൂടെ? അത് ചെയ്യാം. നല്ല ട്രാക്കും കാര്യമുള്ള കസ്റ്റമർ ആണ്. 12 lakh വരെ നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. 12 lakh വരെ ഫിനാൻസും ചെയ്ത് കൊടുക്കാൻ പറ്റിയ വാഹനം കേട്ടോ. നല്ലൊരു ഡസ്റ്ററും ടെറാനോ പരിചയപ്പെടാൻ രണ്ട് സഹോദരന്മാരാണല്ലേ? ഇതിന് മറ്റേ ഡീറ്റെയിൽസ് തന്നെ. ടെറാനോ 2014 മോഡല്,
85 ആണ് ഇഞ്ചൻ. എത്ര ആസ്കിംഗ് പ്രൈസ്? സെക്കൻഡ് ഓണർ ആണ്. നമുക്ക് 3,90,000 രൂപക്ക് കൊടുക്കാൻ പറ്റും ഫൈനല്. 3,90,000 രൂപക്ക് കേരള വണ്ടിനല്ലേ? ഒറിജിനൽ കേരള വണ്ടി. അത് നമുക്ക് ഫുൾ ഓൺ ആണെങ്കിൽ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ബോഡി പാർട്സ് എന്തോരം മാറിയിട്ടുണ്ടല്ലേ? ഓക്കെ. 3,90,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഡസ്റ്റർ പറയണെങ്കിൽ എത്ര ആസ്കിംഗ് പ്രൈസ്? 2012 സിംഗിൾ ഓണർ ആണ്. 1 lakh ഓടിയിട്ടുണ്ട്. 110 RXZ ആണ് ടോപ്പ് എൻഡ് വേരിയന്റ്. രണ്ടു ഡീസൽ അല്ലേ? രണ്ടു ഡീസൽ ഷോറൂം സർവീസ് ആണ്. ഇത് നമുക്ക് 4 രൂപ കിട്ടിയ ഫൈനൽ കൊടുക്കാം. 4 ലക്ഷം രൂപക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റിയ വാഹനം കേട്ടോ. ഒരുപാട് ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു വണ്ടിയാണ് ഹോണ്ടയുടെ ഹോണ്ട സിറ്റി. അതും വി ഓപ്ഷൻ ഡീസൽ അല്ലേ? ഡീസൽ എഞ്ചിനോട് കൂടി വരുന്ന വാഹനമാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? 2015 മോഡലാണ്. സിംഗിൾ ഓണർ. കിലോമീറ്റർ 1 lakh ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് അവൈലബിൾ ആണ്. വി ഓപ്ഷൻ ആണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വണ്ടിക്ക്? ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. സർവീസ് പക്കയാണല്ലേ? ടയർ ഒരു 80% ടയറും അലോയി ഒക്കെ വരുന്ന വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ പക്ക നീറ്റ് ആൻഡ് ഇന്റീരിയർ ആണ്. എത്രയാണ് ആസ്കിംഗ് പ്രൈസ് വണ്ടിക്ക്? നമുക്ക് 6,25,000 രൂപ. 6,25,000 രൂപക്ക് വണ്ടി കൊടുക്കാം. ലോൺ എത്ര ചെയ്യാം? നമുക്കൊരു 475 വരെ ചെയ്യാൻ പറ്റും. റേഞ്ച് വരെ ലോൺ ചെയ്യാം. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് തരും ചെയ്യും. അപ്പൊ നല്ലൊരു ബലേന് പരിചയപ്പെടാം. ലോ കിലോമീറ്റർ വാഹനല്ലേ? എത്ര 10,000 കിലോമീറ്റർ ഓടിയ വാഹനം? അതെ, 10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? 2020 മോഡലാണ്. 21 ഡെലിവറി, രജിസ്ട്രേഷൻ ഒക്കെ 21. നല്ല അടിപൊളി ഫാൻസി നമ്പർ അല്ലേ? 5544 ഫാൻസി നമ്പർ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല. ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കും. ഓക്കെ. പക്ക കമ്പനി സർവീസ് ഒക്കെ അവൈലബിൾ അല്ലേ? പക്ക ഷോറൂം വണ്ടിയാണ്. ഒരു പുതിയ ബലേന എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ നല്ല ക്വാളിറ്റി ഇന്റീരിയർ തന്നെയാണ്. ഓട്ടോമാറ്റിക് AC, മ്യൂസിക് സിസ്റ്റം ഒക്കെ വരുന്ന വണ്ടിയാണ് കേട്ടോ. എത്രയാണ് ഇതിന് ആസ്കിംഗ് പ്രൈസ്? 6,95,000 രൂപ കൊടുക്കാം. 6,95,000 കൊടുക്കാം ഫൈനല്. 6,90,000 കൊടുക്കാം ഫൈനലില്ലേ? 10,000 കിലോമീറ്റർ ഓടിയ കമ്പനി ടയർ തന്നെയാണ്. ഓക്കെ. മാക്സിമം ലോൺ ചെയ്തൂടെ? മാക്സിമം ചെയ്യാം. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് 4 കിഡിലെ ഇമ്പോർട്ടഡ് അലോയ് വീൽസ് ഇട്ട i20 പരിചയപ്പെടാം അല്ലെ? i20 കേസ് വരികയാണെങ്കിൽ ഇത് ഫുൾ ഓപ്ഷൻ ആണോ? ഏറ്റവും ഫുൾ ഓപ്ഷൻ ആസ്റ്റ ആണ്. ഓപ്ഷൻ പെട്രോൾ വരുന്ന വാഹനം കേട്ടോ. നല്ല അടിപൊളി അലോയി കൂടാതെ ഒരുപാട് സ്കേർട്ടിങ് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ടുള്ള വാഹനമാണ്. പുറകുവശത്തോട്ടാണെങ്കിൽ എല്ലാ സൈഡും നമ്മള് വർക്ക് എടുത്തൊരു വാഹനമാണ് അല്ലേ? കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? 2015 മോഡൽ സിംഗിൾ ഓണർ ആണ്. ആസ്റ്റ ഓപ്ഷൻ. ഓക്കെ. വില വന്നിട്ട് നമുക്ക് 5,15,000 രൂപ കൊടുക്കാം. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ അല്ലേ? ഇന്റീരിയർ ഒക്കെ നല്ല അടിപൊളി ഇന്റീരിയർ തന്നെയാണ് കേട്ടോ. സിംഗിൾ ഓണർ ഉപയോഗിച്ച് കിലോമീറ്റർ ഏകദേശം 70,000 കിലോമീറ്റർ ഓടിയ പക്ക കമ്പനി സർവീസ് അവൈലബിൾ അല്ലേ? ഓക്കെ. ഇന്റീരിയർ ഒക്കെ പക്ക ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നല്ലൊരു ഇഗ്നീസ് പരിചയപ്പെടാം. ഇത് അധികം ഷോറൂമിൽ കണ്ടുവരാത്തൊരു വാഹനമാണ്. ഇത് ഒരു ഫാമിലി കാർ, ലേഡീസ് ഒക്കെ പറ്റിയ വണ്ടിയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? 2022 മോഡലാണ്. 10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 10,000 കിലോമീറ്റർ ഓടി. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ. 10,000 കിലോമീറ്റർ ഓടിയ അൽഫ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ടോപ്പ് എൻഡ് ആണ്. 4 അലോയ് വീല്, റിവേഴ്സ് വൈപ്പർ, ഡീഫോഗർ തൊട്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്ന സെൻസർ ഒക്കെ വരുന്ന വണ്ടിയാണ് കേട്ടോ. ഇന്റീരിയർ ഒക്കെ ടോപ്പ് എൻഡ് ആണ്. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നല്ല അടിപൊളി ഇന്റീരിയർ ആണ്. ബട്ടൺ സ്റ്റാർട്ട്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഓട്ടോമാറ്റിക് AC ഒക്കെ വരുന്നുണ്ട്. എത്രയാണ് ഇതിന് ആസ്കിംഗ് പ്രൈസ്? നമുക്ക് 7,30,000 കൊടുക്കാൻ പറ്റും. ഡീസൽ പെട്രോൾ 7,30,000 കൊടുക്കാം അല്ലെ? മാക്സിമം ലോൺ ചെയ്തൂടെ? ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഒരു അമേസ് പരിചയപ്പെടാം. അത് ഓട്ടോമാറ്റിക്കലി ഫുൾ ഓപ്ഷൻ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? വി ആണ് വേരിയന്റ്. 2018 മോഡലാണ്. 19 രജിസ്ട്രേഷൻ ഡെലിവറി. ഓണർഷിപ്പ്? സിംഗിൾ ഓണർ. 30,000 സംതിങ് കിലോമീറ്റർ ഓടിയുണ്ട്. നല്ല അടിപൊളി ക്വാളിറ്റി വണ്ടിയാണ്. വി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫീച്ചേഴ്സും അടങ്ങിയിട്ടുള്ള വാഹനമാണ്. അലോയ് വീല്, റിവേഴ്സ് ക്യാമറ, സെൻസർ എല്ലാം വരുന്ന വാഹനമാണ്. CVT ആണോ? CVT കൊണ്ട് ലാഗിങ് ഉണ്ടാവില്ല. ഇന്റീരിയർ ഒക്കെ നല്ല അടിപൊളി സീറ്റ് കവർ, സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് AC, ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്ന വണ്ടിയാണ്. ഇതിന് എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? 720 കൊടുക്കാം. 720 ഒരു ഓട്ടോമാറ്റിക് കാർ സ്വന്തമാക്കാം അല്ലെ? നല്ലൊരു സെഡാൻ വണ്ടി. മെയിൻ്റെനൻസ് ഒക്കെ കുറഞ്ഞ വണ്ടിയാണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നല്ലൊരു i10 പരിചയപ്പെടാം. സ്പോർട്സ് വേരിയന്റിൽ വരുന്ന വാഹനമാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? 2018 മോഡൽ, 19 രജിസ്ട്രേഷൻ ഡെലിവറി ആണ്. സിംഗിൾ ഓണർ. സ്പോർട്സ് പ്ലസ് ഡുവൽ ടോൺ ടോപ്പ് എൻഡ്. ടോപ്പ് എൻഡ് സ്പോർട്സ് പ്ലസിൽ ടോപ്പ് എൻഡ്. ഓക്കെ. നല്ല ഡുവൽ ടോൺ ഒക്കെ വരുന്ന വാഹനമാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കിലോമീറ്റർ 60,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഇൻഷുറൻസ് പുതിയത് അടച്ചു കൊടുക്കും. ഇൻഷുറൻസ് എടുത്തു കൊടുക്കും. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ബാക്കി ലോൺ ചെയ്ത് കൊടുക്കാം അല്ലെ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഒരുപാട് എൻക്വയറി ചെയ്യുന്നൊരു വാഹനമാണ് ഫോക്സ്വാഗൻ പോളോ. യുവാക്കളുടെ ഹരമായിട്ടുള്ള ഒരു വാഹനം കൂടിയാണല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്ന വണ്ടി? 2015 മോഡൽ, ഡീസൽ വേരിയന്റ്.
കംഫർട്ട് ലൈനാണ് വേരിയന്റ്. 1,00,000 അബോവ് ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പോ സെക്കൻഡ് ഓണർ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല. റിവേഴ്സ് ക്യാമറ സെൻസർ ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, വണ്ടിയുടെ എക്സ്റ്റീരിയർ ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ഇന്റീരിയർ ആണ്. ഒരു 18-20 റേഞ്ച് മൈലേജ് പ്രതീക്ഷിക്കാം. ഓക്കെ, എത്രയാണ് ഇതിന് ആസ്കിംഗ് പ്രൈസ്? നമുക്ക് 4,25,000 രൂപ കൊടുക്കാം. 4,25 കൊടുക്കാം. ലോൺ ചെയ്തൂടെ? മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. 3.5 വരെ ഫിനാൻസ് കിട്ടും. 3.5 വരെ ലോൺ ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് സൈഡ് നല്ലൊരു സാൻഡ്രോ പരിചയപ്പെടാം. ഹുണ്ടായിന്റെ നല്ലൊരു ക്വാളിറ്റി ഉള്ള വാഹനമാണ് അല്ലെ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നേ? 2020 മോഡല്, 21 രജിസ്ട്രേഷൻ ആണ്. സെക്കൻഡ് ഓണർ അല്ലേ? എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 70,000 ഓടിയിട്ടുണ്ട്. 70,000. കമ്പനി സർവീസ് ഒക്കെ അവൈലബിൾ അല്ലേ? ഓക്കെ, റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വണ്ടിക്ക്? ഒന്നുമില്ല. ടയർ ഒരു ആവറേജ് ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല അത്യാവശ്യം തരക്കേടില്ലാത്ത സീറ്റ് കവർ, എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. എത്രയാണ് ഇതിന് ആസ്കിംഗ് പ്രൈസ്? നമ്മള് 395. 395 കൊടുക്കാം. അതിൽ ലോൺ ചെയ്തൂടെ? 3,50,000 ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. മാക്സിമം ഫിനാൻസും ചെയ്ത് കൊടുക്കാൻ പറ്റിയ വാഹനം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത നല്ലൊരു കളർ വാഗനർ പരിചയപ്പെടാം. ഇത് പുതിയ വാഗനർ ഇറങ്ങിയോണ്ട് തന്നെ ഇതിന് അത്യാവശ്യം ഡിമാൻഡ് ഇപ്പൊ വന്നു തുടങ്ങി അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്ന വണ്ടിക്ക്? 2013 മോഡലാണ്. LXi ആണ് ഓപ്ഷൻ. 1 lakh ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പോ? ഓണർഷിപ്പ് 3. മൂന്നാമത്തെ ഓണർഷിപ്പ് അല്ലേ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടയറൊക്കെ ഒരു 80% ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് കവർ, കമ്പനി സ്റ്റീരിയോ എല്ലാം വരുന്ന വാഹനമാണ്. ഇതിന് എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? 265 കൊടുക്കാം. 265 കൊടുക്കാം കേട്ടോ. നല്ല റേറ്റ് ആണ്. മാക്സിമം ലോൺ ചെയ്യാൻ സാധിക്കൂലേ? ഓക്കെ, നല്ലൊരു ഡിസയർ പരിചയപ്പെടാം. പുതിയ മോഡൽ വണ്ടിയില്ലേ? 2019 മോഡൽ വാഹനമാണ്. സ്വിഫ്റ്റിലെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ അല്ലേ? ZXi. ഓക്കെ, ഇത് മാനുവല് അല്ല ഓട്ടോമാറ്റിക് അല്ലേ? അത് ഓട്ടോമാറ്റിക് AMT ആണോ CVT ആണോ? AMT ഓട്ടോമാറ്റിക് ആണല്ലേ? ഓക്കെ, ടയർ 4 അലോയ് വരുന്നുണ്ട്. പെട്രോൾ ആണ് വരുന്നത്. ഒരു 15 ലെവലിൽ ആ ലെവലിൽ മൈലേജ് കിട്ടും. മുകളിലൊക്കെ ഡുവൽ ടൂൺ ചെയ്തിട്ടുണ്ട്. പിന്നെ 4 അലോയിലും ബ്ലാക്ക് ആണ്. പിന്നെ കീലെസ് എൻട്രി, ഇന്ത്യയുടെ ഭാഗത്തോട്ടൊക്കെ വരുമ്പോൾ നല്ല പ്രീമിയം രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല ബട്ടൺ സ്റ്റാർട്ട് തൊട്ട് എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. എത്രയാണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ്? നമ്മള് 690 കൊടുക്കാം. 690 കൊടുക്കാം. ഓട്ടോമാറ്റിക് വണ്ടി 690 കൊടുക്കാം അല്ലേ? ഓഫർ മാക്സിമം ലോൺ കൊടുക്കാം. ഇതിന് മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഏകദേശം എത്ര രൂപ ഡൗൺ പേയ്മെന്റ് സ്വന്തമാക്കാൻ പറ്റും? നമുക്കൊരു 90,000 ഉണ്ടെങ്കിൽ സ്വന്തമാക്കാൻ പറ്റും. 650 വരെ നമുക്ക് ട്രൈ ആക്കാം. മാക്സിമം നല്ല ട്രാക്കും കാര്യങ്ങളൊക്കെ ഉള്ള കസ്റ്റമർ മാക്സിമം ലോണും ചെയ്യാൻ സാധിക്കുന്ന വണ്ടി കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് തുച്ഛമായ കിലോമീറ്റർ ഓടിയ നല്ലൊരു സ്വിഫ്റ്റ് പരിചയപ്പെടാം. ഒരുപാട് ഫാൻ ബേസ് ഉള്ള നല്ല ഡിമാൻഡ് ഉള്ള ഒരു വണ്ടിയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? 2023 ആണ് മോഡല്. 23. 4 മാസം പഴക്കം. വെറും 4 മാസം പഴക്കം. നല്ല അടിപൊളി കളറും. പുത്തൻ വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് നല്ല റേറ്റ് നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും. എത്ര കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടി? 7,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വെറും 7,000 കിലോമീറ്റർ ഓടിയ ടയറും. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ. ഓണർഷിപ്പ് അപ്പൊ എന്തായാലും സിംഗിൾ ആയി. ഓക്കെ, പിന്നെ ഏതാണ്? VXi അല്ലേ? VXi. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഇന്റീരിയർ ആണ്. എക്സ്ട്രാ സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. ഇതിന് നമുക്ക് എത്രക്ക് കൊടുക്കാം? ഇത് വണ്ടി നമുക്ക് 7,65,000 രൂപ കൊടുക്കാം. 7,65 കൊടുക്കാം. അപ്പൊ VXiക്ക് ഏകദേശം എത്ര റേറ്റ് വരുന്നുണ്ട്? ഇപ്പം 880 ആ റേഞ്ച് വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒരു പുതിയ വണ്ടി എടുക്കുന്നവർക്ക് ഏകദേശം ഒരു 1 ലക്ഷം രൂപയോളം ലാഭിക്കാൻ പറ്റുന്ന ഒരു വാഹനം. ചെറുതായിട്ട് വില വ്യത്യാസപ്പെടുത്തി നമുക്ക് കൊടുക്കാം. അപ്പൊ പറയുന്ന റേറ്റിൽ എന്തെങ്കിലും വ്യത്യാസപ്പെടുത്തും. റേറ്റ് മാത്രമല്ല, ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ട്. ഏകദേശം ഒരു 10,20,000 രൂപയുടെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട്. ഫോഗ് ലാമ്പ്, റിവേഴ്സ്, മറ്റേ സ്പോയിലർ, പിന്നെ റെയിൻ ഗാർഡ്, ഒരുപാട് സ്ക്രാച്ച് ഗാർഡ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. അപ്പൊ ഏകദേശം ഒരു 20,000 രൂപ നമുക്ക് ലാഭമാണ് വണ്ടി എടുക്കുന്നതോട് കൂടെ. ഓക്കെ, നല്ല ക്ലീൻ ആൻഡ് നീറ്റ് സ്വിഫ്റ്റ് ഡിസയർ നോക്കുന്നവർക്ക് പറ്റിയൊരു വണ്ടി അല്ലേ? നല്ല അടിപൊളി കളറും. ഇത് ഹൈ ക്വാളിറ്റി ആണ്. 2013 വണ്ടിയിൽ ഇത് കണ്ടീഷൻ നോക്കുമ്പോ 2020 ഒരു കണ്ടീഷൻ വരുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അത് ഡോക്ടർ യൂസ് ആണ്, സിംഗിൾ ഓണർ ആണ്. കിലോമീറ്റർ ഒക്കെ 70,000 കിലോമീറ്റർ ഓടി എല്ലാ ഷോറൂം സർവീസ്. പെട്രോൾ അല്ലേ? ടയർ ഒരു ആവറേജ് ടയറും വരുന്നുണ്ട് അല്ലേ? ടയർ 75% എബോ ഉണ്ട്. 70% എബോ ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സിംഗിൾ ഓണർ ആണ്. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ പക്ക ക്വാളിറ്റിയാണ്. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ട് പറയാനില്ല അല്ലേ? ഈ വാഹനം എടുക്കുന്നവർക്ക് നല്ല വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ വാഹനമാണ്. ഈ 2013 അപേക്ഷിച്ചിട്ട് വെറും 70,000 കിലോമീറ്റർ ഓടുള്ളൂ. പക്ക കമ്പനി സർവീസ് അല്ലേ?
എത്രയാണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ്? ഇതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ അതിന് പ്രൈസ് കുറച്ച് ഹൈ ആണ്. ആ. 390 ആണ് അതിന് വില. 390. 390. അതെ. ഇത് ഫുള്ള് പക്ക വണ്ടി ആയതുകൊണ്ട് ഇയറിലുള്ള വണ്ടിക്ക് അനുസരിച്ചുള്ള റേറ്റില്ല, പക്ഷെ ഇതിന്റെ ക്വാളിറ്റി അപാര ക്വാളിറ്റിയാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നല്ലൊരു ഇത് ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് ടിയാഗോ പരിചയപ്പെടാം. ഇത് AMT അല്ലേ ഗിയർ ബോക്സ്? AMT ഗിയർ ബോക്സിൽ തന്നെ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? 2018-19 രജിസ്ട്രേഷൻ ആണ്. 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. അതുപോലെ അഡീഷണൽ ഷോറൂം തന്നെ സൺറൂഫ് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സൺറൂഫ് ചെയ്തിട്ടുണ്ടല്ലേ? ടിയാഗോക്ക് കണ്ടുവരാത്തൊരു സംഭവമാണ് സൺറൂഫ്. അത് നമ്മൾ പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. അത് വർക്കിംഗ് ഒക്കെ പക്കല്ലേ? എല്ലാ പക്കയാണ്. എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന 4 സ്റ്റാർ റേറ്റിംഗ് വണ്ടിയല്ലേ? ടോപ്പ് എൻഡ് അന്ന് 2018 ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. അന്നത്തെ ടോപ്പ് എൻഡ് വേരിയന്റിൽ വരുന്ന വാഹനമാണ്. നമുക്ക് എത്ര കൊടുക്കാം വണ്ടി? നമുക്ക് 485 കൊടുക്കാം. 485. 485 ഒരു സൺറൂഫ് ഉള്ള വണ്ടി കൊടുക്കാം നമുക്ക്. ഓട്ടോമാറ്റിക് പുത്തൻ വണ്ടി നമുക്ക് ഒരു 485 കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്തൂടെ? ചെയ്യാൻ പറ്റും. മാക്സിമം ലോണും കൂടി ചെയ്യാൻ പറ്റിയ വാഹനാട്ടോ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന വാഹനമാണ് മാരുതിയുടെ സ്വിഫ്റ്റ്. അതും VXI വേരിയന്റ്, പെട്രോൾ വേരിയന്റ് ഒരുപാട് എൻക്വയറി ചെയ്യുന്നു. കാരണം മെയിൻ്റെനൻസ് കുറഞ്ഞൊരു വാഹനം. VXI അല്ല, LXI ലിമിറ്റഡ് ഓപ്ഷൻ ആണ്. LXI ഓപ്ഷൻ. ഓക്കെ, അപ്പോ അതിന്റെ പ്രത്യേകത എന്താണ്? 2016 മോഡല് LXI ഓപ്ഷൻ. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്കും വരും. ബാക്കിൽ പവർ വിൻഡോ വരില്ല, പിറകില് മാത്രമല്ല. അതുള്ള VXI വ്യത്യാസം. ഓക്കെ, ബാക്കില് പവർ വിൻഡോ വരുന്ന ഇല്ല എന്ന് മാത്രമുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ, അതൊക്കെ വേണമെങ്കിൽ നമുക്ക് അഡീഷണലി ചെയ്യാവുന്നതാണ്. ഒക്കെ എയർ ബാഗ് വരുന്ന വണ്ടി അല്ലേ? അതെ. എത്രയാണ് ഈ ആസ്കിംഗ് പ്രൈസ്? ഇത് നമുക്ക് 415 കൊടുക്കാൻ പറ്റും. ഓണർഷിപ്പ് ഒക്കെ സിംഗിൾ അല്ലേ? അല്ല, മൂന്നാമത്തെ ആണ്. നമുക്ക് മാക്സിമം ലോണും പോകും. മാക്സിമം ലോണും കയറാം. 375 വരെ നമുക്ക് ലോൺ ഇട്ട് കൊടുക്കാം. ഓക്കെ, 375 വരെ ലോണും ചെയ്യാൻ പറ്റിയൊരു വാഹനം കൂടിയാണ് കേട്ടോ. അപ്പൊ ചെറുവണ്ടിയായിട്ടുള്ള മാരുതി 800 ഒക്കെ ഉണ്ട് നമ്മളെ കയ്യിൽ. ഇതൊക്കെ ഏകദേശം ഒരു ലെവലിൽ കൊടുക്കാം. 1 lakhന്റെ ഉള്ളിലുള്ള വണ്ടിയുണ്ട്, 2 lakhന്റെ ഉള്ളിലുള്ള വണ്ടികൾ, ഒരുപാട് വാഹനങ്ങൾ പുറകിലുണ്ട്. അപ്പൊ ഈ വെയിലും കാലാവസ്ഥ കൊണ്ടാണ് നമ്മൾ ഫുള്ള് ഉൾപ്പെടുത്താത്തത്. കൊമേഴ്ഷ്യൽ പർപ്പസിനായിട്ട് ഓമിനി അടക്കുന്നുണ്ട് കേട്ടോ. 50,000 രൂപയുടെ ഉള്ളിൽ ഓമിനിക്ക് വിലയുള്ളൂ. അത്ര വില വരുന്ന വാഹനങ്ങളൊക്കെ ഉണ്ട്. അപ്പോ വാഹനങ്ങൾ ഏത് വാഹനം നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാൻ താഴെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഭയങ്കര വെയിലാണ് ഗൈസ്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും, ലൈക്ക് ചെയ്യും, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യും. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ച് എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.